PMAY പദ്ധതി പ്രകാരം ലഭിക്കുന്ന വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിക്കുന്നതിൽ തെറ്റില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് മന്ത്രി KM ഷാജി. നിലവിൽ പദ്ധതിയുടെ ലോഗോ മാത്രമാണ് പതിപ്പിക്കുന്നത്. കപട ആദർശം പറഞ്ഞ് പദ്ധതികളെ ഇല്ലാതാക്കാൻ കഴിയില്ല. സാധാരണക്കാർക്ക് വീട് ലഭിക്കുന്നതിനെ ലോഗോ പതിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദമാക്കി ഇല്ലാതാക്കാൻ കഴിയില്ല. PMAY പദ്ധതിയുടെ നേരത്തെയുള്ള കരാറിൽ ലോഗോ പതിക്കുന്നുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി. ഞാൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്ന എംബ്ലം എന്ന് പറഞ്ഞിട്ടില്ല മിസ്റ്റർ. ഈ പറഞ്ഞ ലോഗോ എന്ന് പറയുന്നത് ഇതാണ് ലോഗോ. ഈ ലോഗോയുടെ പുറത്ത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ ഫോട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണേ ഞാൻ ചെയ്യും. സ്റ്റേറ്റ് വിഹിതം കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു ആദർശം കെട്ടിച്ചമച്ച് അത് പ്രധാനമന്ത്രിയുടെ ഇത് വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ കളവ് പറഞ്ഞ് ഒരു കപട ആദർശ വേഷം കെട്ടി എന്നല്ലാതെ ഇതിനകത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇല്ല. നമ്മൾ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് കിട്ടുന്ന വീട് കളയാൻ നിങ്ങൾ അതിന് കൂട്ടു നിൽക്കരുതെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കേരളത്തിൽ വീണ്ടും പറയാം, 1,60,000 വീടുകൾ കൊടുത്തല്ലോ മുഖ്യമന്ത്രി. ആ കൊടുത്തത് വീട്ടിനകത്ത് നിങ്ങൾ ഈ ഫോട്ടോ കാണിച്ചു തന്നാൽ ഞാൻ പറയാം, എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാം. ഒരു സ്ഥലത്തുമില്ല. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ് നമ്മളോടൊപ്പം. VS രഞ്ജിത്ത്, PM ഷാജി വലിയ തോതിൽ വിമർശിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ ലോഗോ പതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണം. ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പണം വേണ്ട എന്ന് വെക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഫോട്ടോയുണ്ടോ ലോഗോയുണ്ടോ എന്നുള്ളതല്ല, ജനങ്ങൾക്ക് അവകാശമായി കിട്ടുന്ന ഒരു വീട്, സർക്കാർ നൽകുന്ന വീട്, അതിനു മുന്നിൽ അത് സർക്കാർ സഹായത്തോടു കൂടി നൽകിയതാണ് എന്നൊരു എംബ്ലം പതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആത്മാഭിമാന പ്രശ്നമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. മധു, മന്ത്രി എന്ന രീതിയിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള അഭിപ്രായ പ്രകടനം എന്ന് വേണം KM ഷാജിയുടെ അഭിപ്രായ പ്രകടനത്തെ കാണാൻ. കാരണം ഈ PM ശ്രീ അല്ലെങ്കിൽ PMY പദ്ധതിയിലൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം ആ രീതിയിലാണ് എന്നുള്ളതാണ്. ഒരു പാർപ്പിട പദ്ധതിയിൽ ആ പാർപ്പിട പദ്ധതിയുടെ പേര്, ആ ലോഗോ അത് പതിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഏതെങ്കിലും പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ചിത്രം അതിൽ പതിപ്പിക്കുമ്പോഴാണ് ആത്മാഭിമാന പ്രശ്നം ഉണ്ടാവുന്നത്. നരേന്ദ്രമോദിയുടെ ചിത്രം ഈ ലോഗോയ്ക്കൊപ്പം PMAY പദ്ധതിയിൽ പതിക്കുന്നില്ല. അങ്ങനെ പതിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ലോഗോ പതിക്കേണ്ടി വരുന്നു. ആ ലോഗോ നേരത്തെയും പതിച്ചിട്ടുണ്ട്. ഇനി ലോഗോ പതിക്കുന്നതിനെ വിമർശിക്കുകയുമില്ല. കാരണം ലോഗോ പതിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം ഒരു പദ്ധതി ഇല്ലാതാക്കാനോ ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു വീട് കിട്ടുന്നത് തടയാനോ സാധ്യമല്ല എന്നുള്ളതാണ് KM ഷാജി പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അദ്ദേഹത്തിന്റെ വകുപ്പ്, ആ വകുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട വിവിധ ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകൾ കേന്ദ്ര സംസ്ഥാന ബന്ധം ഉലയ്ക്കുന്ന വിധത്തിൽ രാഷ്ട്രീയം പറയാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഫണ്ടുകൾ അത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. ആ ഫണ്ടുകൾ ലഭ്യമാക്കുന്ന തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതിൽ ലോഗോ പതിക്കുന്നതിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആ ഫണ്ട് ഒഴിവാക്കാൻ സാധ്യമല്ല. എന്നാൽ അതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പതിക്കുകയോ വീടിന് മുകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിക്കുകയോ ചെയ്യുന്നതിനെ അനുകൂലിക്കില്ല. അങ്ങനെ ഫോട്ടോ പതിക്കുന്നതിനെ എതിർക്കില്ല എന്ന രീതിയിൽ ഒരു പ്രസ്താവനയും എവിടെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് KM ഷാജി ഇന്ന് പ്രതികരിച്ചത്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. PM ഷാജി തനിക്കെതിരെയുള്ള വിമർശനത്തിൽ വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് ഇന്ന് നടത്തിയത്. KM ഷാജി വാർത്താ സമ്മേളനം നടത്തിയത് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ എവിടെയെങ്കിലും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ലോഗോയുണ്ട്, ലോഗോയിൽ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും, അത് വീടിന് മുന്നിൽ പതിപ്പിക്കും എന്നുള്ളതാണ് ഈ വിമർശനങ്ങൾക്ക് ആധാരം.